കഴിഞ്ഞ ദിവസം ജാസ്മിന്റെ വാപ്പ ജാസ്മിനെ വിളിച്ചതിന് ശേഷം ജാസ്മിന്റെ ഗെയിം സ്ട്രാറ്റജി എല്ലാം മാറുന്ന നമ്മൾ കണ്ടത്. അതിനുശേഷം പ്രേക്ഷകർ എല്ലാ ആകാംക്ഷയോടെ അല്ലെങ്കിൽ ഒരുപോലെ ചോദിക്കുന്ന ഒരു കാര്യമാണ് ജാസ്മിന്റെ വാപ്പ വിളിച്ച ആ ഒരു ഫോൺ കോൾ ബിഗ് ബോസ് പുറത്തു വിടണമെന്ന്. എന്നാൽ ഇതിനോട് ഇതുവരെ പ്രതികരിക്കാതിരുന്നപ്പോൾ ഇന്ന് ലാലേട്ടൻ വന്ന എപ്പിസോഡിനടുത്ത് ലാലേട്ടൻ ആദ്യം ബിഗ് ബോസിനോട് ആവശ്യപ്പെട്ടിരിക്കുന്ന ഈ ഒരു കാര്യമാണ്. ജാസ്മിന്റെ വാപ്പ വിളിച്ച ആ ഒരു ഫോൺ കോൾ പുറത്തു വിടണമെന്ന് ലാലേട്ടൻ ചോദിക്കുമ്പോൾ ബിഗ് ബോസ് മോഹൻലാലിനോടായിട്ട് പറയുന്നുണ്ട്, ശ്രീ മോഹൻലാൽ, ഇതൊരു ടെലിവിഷൻ പ്രോഗ്രാമാണ്, ഇവരെല്ലാം മത്സരാർത്ഥികളാണ്, അതിനപ്പുറം ഇവരെല്ലാവരും പച്ചയായ മനുഷ്യരാണ്. ഈ ഒരു ഫോൺ കോളിനകത്ത് ഞാൻ എന്റെ സാന്നിധ്യത്തിലാണ് അവിടെ നടന്നത്. ഒരു അച്ഛനും മകളും തമ്മിലുള്ള സംസാരം മാത്രമേ അവിടെ നടന്നിട്ടുള്ളൂ. ഇതിലുള്ള മത്സരാർത്ഥികളെ കുറിച്ചോ അല്ലെങ്കിൽ ഈ ഒരു മത്സരത്തിനെ കുറിച്ചോ നടന്ന ഒരു കാര്യങ്ങളും അവർക്കിടയിൽ സംഭാഷണത്തിൽ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ആരോഗ്യപരമായിട്ടുള്ള കാരണങ്ങളായതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു ഫോൺ കോൾ വിളിക്കാൻ സമ്മതിച്ചത്. കാരണം നമ്മളെല്ലാം മനുഷ്യന്മാരാണല്ലോ. അങ്ങനെ എന്തൊക്കെയാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത്? ജാസ്മിൻ ഗബ്രി വിഷയം പുറത്ത് നടക്കുന്നത് തമ്മിൽ യാതൊരുവിധ കണക്ഷൻ ഇല്ലാത്തൊരു സംസാരം തന്നെയാണ് അവിടെ നടന്നിട്ടുള്ളതെന്ന് തന്നെയാണ്. ആരോഗ്യപരമായിട്ടുള്ള ഒരു കാര്യം ആയതുകൊണ്ട് മാത്രമാണ് ജാസ്മിൻ ആ ഒരു കോള് കൊടുക്കാൻ സമ്മതിച്ചതെന്നാണ് പറയുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ബിഗ് ബോസിന് ഒരിക്കലും തെറ്റ് പറയാൻ പറ്റത്തില്ല. ബിഗ് ബോസ് ചെയ്ത് ശരിക്കും പറയാൻ നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം ഈ ഒരു മത്സരത്തിനകത്ത് കയറിയെന്ന് പറഞ്ഞിട്ടും നമുക്ക് മാറ്റങ്ങളൊന്നും വരുന്നില്ലല്ലോ. കാരണം നമ്മള് മനുഷ്യന്മാരായിട്ട് തന്നെയാണല്ലോ ഇരിക്കുന്നത്. ഇതിന് 100 ദിവസം കഴിഞ്ഞ് ഇതിന് പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കേണ്ടതാണല്ലോ. അതുകൊണ്ട് തന്നെ ആ ഒരു അച്ഛനുമായിട്ടുള്ള ആ ഒരു ബന്ധമൊക്കെ ജാസ്മിന് വലിയ രീതിയിൽ തന്നെ ഉണ്ടെന്ന് കാണിക്കുന്ന രീതിയിൽ തന്നെ ഒരു വർത്തമാനമാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത്. കാരണം നമ്മുടെ ജാസ്മിന്റെ വീട്ടിലാണെങ്കിൽ വീട്ടിലായിക്കോട്ടെ ബിഗ് ബോസ് ഹൗസിനകത്ത് ആയിക്കോട്ടെ വ്യക്തമായിട്ടുള്ള നിലപാടുള്ള ഒരാൾ തന്നെയാണ് ജാസ്മിൻ. ആ ഒരു കാര്യം ഒന്നുകൂടെ ബിഗ് ബോസ് പറയുന്നേ ഉള്ളൂ. എന്തൊക്കെയാണ് പലർക്കും ഉണ്ടായിരുന്ന ഒരു സംശയമായിരുന്നു, എന്താണ് ഫോൺ കോളിൽ അതായത് ജാസ്മിനും ബാപ്പയും തമ്മിൽ സംസാരിച്ച ആ ഒരു ഫോൺ കോൾ എന്താണെന്ന് അറിയുന്നത്. എന്തൊക്കെയാണ് ആ ഒരു ഫോൺ കോളിനെ കുറിച്ച് ബിഗ് ബോസ് പറഞ്ഞപ്പോൾ എല്ലാവരും പ്രേക്ഷകരെല്ലാം തന്നെ ഒരുപോലെ ശാന്തരായിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുക. എന്നാൽ പോലും ചെറിയ എന്തെങ്കിലും ഹിന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തുമ്പ് നമ്മുടെ ജാസ്മിനെ കിട്ടിയിട്ടുണ്ടെന്ന് ഉറപ്പാണ്. ഇല്ലെങ്കിൽ അത്രയും നേരം ആ ഒരു ചിരിയും കളിയായിട്ട് നിന്ന് ജാസ്മിൻ പെട്ടെന്ന് ആ ഒരു സ്റ്റാറ്റസിൽ മാറത്തില്ല നമുക്ക് ഉറപ്പാണ്. എന്തൊക്കെയാണ് ബിഗ് ബോസ് പറഞ്ഞു വെച്ച് നോക്കുകയാണെങ്കിൽ ബിഗ് ബോസിന്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ തെറ്റും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. എന്തൊക്കെയാണ് ഈ ഒരു അഭിപ്രായത്തോടെ അല്ലെങ്കിൽ ജാസ്മിന്റെ ഈ ഒരു ഫോൺ കോൾ വിഷയത്തോടെ നിങ്ങൾ പ്രേക്ഷകർക്കും കമന്റ് ബോക്സ് വഴി പ്രതികരിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ബിഗ് ബോസ് അപ്ഡേറ്റുകൾ ആകുന്നതിന് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.